ഇത് കളി കാര്യമല്ല. എടുത്ത താളിയോല തിരിച്ചുകൂടെ കൊണ്ടുവന്നു. അതെ ഇതെന്തായത്? നിർത്ത്. ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? ഇനി ഇവരോട് സന്ധിയില്ല, യുദ്ധം മാത്രം. സന്ധിയില്ലെന്നല്ല, സന്ധിയില്ല. ചേട്ടനെ കളിയാക്കിയതല്ല. അല്ലല്ലല്ല. എന്താ സംഭവം? സംഭവമൊന്നുമില്ല. ഞങ്ങളുടെ താളിയോല യുവന്മാർ മോഷ്ടിച്ചു. ഇതിന്റെ താളിയോല ഉള്ളത് കായകൽപ്പ ചികിത്സയുടെ മാർഗനിർദ്ദേശങ്ങളാണ്. മനസ്സിലായോ? ചോദിക്കട്ടെ. നിങ്ങൾ എടുത്ത സാധനം അങ്ങ് കൊടുത്തേക്ക്. നമ്മളെ CCTV തെളിഞ്ഞിട്ടുണ്ട്. ഇവൻ രാത്രി അശോക് തമ്പുരാട്ടി റൂമിന്റെ അടുത്ത് പോണത്. അത് ഞാൻ 12:30 ആയപ്പോ സമയം എത്ര ചോദിക്കാൻ പോയി. നീ എന്തിനാണ് രാത്രി സമയം എത്രയാന്ന് ചോദിക്കാനായിട്ട് തമ്പുരാട്ടിയുടെ അടുത്ത് പോകുന്നത്? അല്ല, റൂമിലെ ക്ലോക്കിൽ 12:30. എല്ലാ ക്ലോക്കിലും 12:30 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണ്ടേ? ഇനി എന്നെ പറ്റുന്നതാണെങ്കിലാ. ഓ, അത് ശരിയാണ്. നിങ്ങളുടെ റൂം മൊത്തം ചെക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ ഗ്രന്ഥശാല മൊത്തം ഞങ്ങൾ പരിശോധിച്ചു. അവിടെ ഈ സാധനമില്ല. അതെ, ചെതലരിച്ചോ പുഴുവരിച്ചോ പോയിട്ടുണ്ടോ? ഖഡ്ഗം മണ്ണിൽ കിടന്നുള്ളതും ദേവലോകത്ത് ചെതലില്ല. മറ്റേ ഉറുമ്പ് ഇല്ല, ആ സാധനങ്ങളൊന്നുമില്ല ദേവലോകത്ത്. ഒരു കൃമിയുണ്ട്, അതുകൊണ്ട് അവനാ. ഈ ദേവലോകത്ത് നിന്നും ഒരു താളിയോല നഷ്ടപ്പെട്ടു. അതെ, അത് അസുര ലോകത്തുള്ളവർ എടുത്തു എന്നാണ് ഇവർ സംശയിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ ഇല്ലാന്നാണ് അവർ കട്ടായം പറയുന്നത്. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താളിയോലെ മനസ്സിലാവണ്ടേ? നിങ്ങളേതല്ലാത്ത എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും ഞങ്ങളാണ് എടുത്തു പറയണത്. എടുത്തിട്ടില്ല. അല്ല, ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഈ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഇത് എടുത്തിട്ടുണ്ടോ? അല്ല, ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടിയിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണ് അത്? മൗത്ത് ഓർഗണാ. അത് കാണിച്ച്. ഇത് ഊതുന്ന സാധനമല്ല, ഇത് വായിക്കുന്ന സാധനം. അതന്നെ. ഇതാണ് താളിയോല ഗ്രന്ഥം. കൊള്ളാം കേട്ടാ. ഇതിനാണോ ഈ അടി കൂടിയത്? പിന്നെ ഇത് നിസാര സാധനമാണോ ഇത്? നിങ്ങൾ ആവശ്യമില്ലാണ്ട് അസുരന്മാരെ സംസാരിക്കില്ലേ? ഇതിന്റെ ആവശ്യക്കാരെവിടെ? ആരെങ്കിലും വേണ്ടപ്പെട്ട മുതലാളിമാരും എന്തോ പരിപാടിയാണ് ഇത് കാണിച്ചത്? ഇവിടുത്തെ വിലപ്പെട്ട രേഖകളെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇതാണ്. ഇപ്പൊ ഈ നിസാര സംഭവത്തിന് ഇവിടെ ചോരപ്പുഴ ഒഴിയാനല്ലോ. നിങ്ങൾ ഒരാൾ കാരണം ഞങ്ങളൊക്കെ കള്ളന്മാരായനെ. അയ്യോ, അറിയാതെ എടുത്തതാണ്. ഞാൻ മൗത്തോർഗണെന്ന് വിചാരിച്ച് പറഞ്ഞില്ലേ. PP ആണ് ഊത്താണെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയത്. ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ? ശബ്ദം കാണാൻ പാടില്ലാത്തൊരു അന്ധനാണ്. വിട്ടേക്ക്. എല്ലാവരും ഇനി വല്ല റേഷൻ കാർഡ് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ നോക്കി. പോടാ, ഈ വാള് വെച്ച് എറിഞ്ഞാനിടും ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. എന്തായാലും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ പല തർക്കങ്ങളും ഉണ്ടല്ലോ, ഇത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന പല തർക്കങ്ങളും അതിങ്ങനെ വളരെ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പോ ഭൂമിയിലാണെങ്കിലും ശരി, പരലോകത്താണെങ്കിലും ശരി, എല്ലായിടത്തും മാറ്റമില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഒരാളുടെ എന്തെങ്കിലും കളഞ്ഞു പോയി കഴിഞ്ഞാൽ അവനായിരിക്കും എടുത്തെന്ന് വിചാരിക്കും. അതെ, അവനായിരിക്കില്ല, പിള്ളേരായിരിക്കും ചിലപ്പോൾ എടുത്ത് കളയുന്നതേ. നിങ്ങൾ വെറുതെ ആ പാവത്തിനെ സംശയിച്ചില്ലേ? അതെ, ഈ ശത്രുത നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. അതെ, ഇവര് തമ്മിലുള്ള ഈ ശത്രുത ഇവരെന്നിട്ട് ഒന്നാവണം. എന്നിട്ട് വേണം നമുക്ക് തിരിച്ചു പോവാൻ. അങ്ങനെ ഒന്നാകാൻ വേണ്ടിട്ട്, ഈ പരിപാടി ഒന്ന് ലൈറ്റ് ആകാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു വഴി. അന്ന് ഈ എപ്പിസോഡിൽ എന്റെ മരുമകന്റെ എണീറ്റ് നിന്ന് അടിക്കുന്ന കോമഡി. അതെ, അല്ല എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ നാട്ടിൽ അതിന്റെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയും. അതിനിവിടെ എണീറ്റ് നിന്ന് അടിക്കുന്ന കോമഡി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് അത് പറയുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 6000 രൂപ കിട്ടും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ദേവലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20,000 രൂപ കിട്ടും. പിന്നെ ആയിരിക്കുന്ന നമ്മുടെ ഗസ്റ്റ് ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 40,000 രൂപ കിട്ടും. 40,000 തരണം, നിങ്ങൾ തരണം. ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ അങ്ങനെ. മോനെ പെർഫോമൻസ് ഒന്ന് കാണിക്കും. ഇവിടെ നീങ്ങി നിൽക്കും.
നല്ല പരിപാടി കേട്ടോ. അതായത് നമസ്കാരം നമസ്കാരം നമസ്കാരം. പറയുമ്പോഴേ ചിരി വരുന്നത്. ഞാന് നമ്മളെ 2 കൂട്ടുകാരന്മാരെ കാട്ടിലൊരു ദിവസം കാർ കൊടുത്തിട്ട് വേട്ടയ്ക്ക് പോവാണ്. വേട്ടയ്ക്ക് പോയി കാട്ടിൽ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ അടിച്ച് വേട്ട ഇങ്ങനെ ആരെ വേട്ടയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പുലി വന്നു. അപ്പൊ വലിയ പുലി വരുമ്പോ ഇവർക്ക് പേടിയായി. ഇവര് ടക്കനെ കാർ കയറി പുലി വിടലില്ല, ഇവരുടെ പുറകെ വരുവാണ്. ഇവര് കാർ ഓടിച്ചു പോകുന്നു, പുലി പുറകെ വരുന്നു. കാർ ഓടിച്ചു പോകുന്നു, പുലി പുറകെ വരുന്നു. കാറ് പുലി ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പോയാൽ പുലി നമ്മളെ പിടിക്കും, നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ നിങ്ങൾ ഇട്ടേ പറ്റൂ. അങ്ങനെ നേരെ ഇവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എന്നിട്ട് നേരെ പറഞ്ഞു റൈറ്റിലോട്ട് തിരിക്കാൻ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോ പുലി എന്ത് വിചാരിച്ചു, ഇപ്പൊ കാർ ലെഫ്റ്റിലോട്ട് തിരിയുന്നു. പുലി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു, കാർ റൈറ്റിലോട്ട് തിരിഞ്ഞു. പുലി നേരെ കൊക്കയിൽ. എന്നിട്ട് വിട്ടില്ല കഴിഞ്ഞില്ല, തീർന്നില്ല, ചിരിക്കരുത്, അവിടെ തീർന്നില്ല. ഇനിയാണ് കോമഡി. നേരെ ഈ പുലി താഴോട്ട് പോവല്ലോ, നേരെ ഒരു കയറെടുത്തിട്ട് നേരെ കൊക്കയിലോട്ട് എറിയും. അപ്പൊ പുലി വിചാരിക്കും പുലിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് കയറിട്ട് കൊടുത്തത്. അങ്ങനെ പുലി നേരെ ചാടിപ്പിടിച്ച് കയറി പിടിക്കും. അപ്പോഴും പതുക്കെ വലിച്ചെടുക്കും. അപ്പൊ പുലിക്ക് ഒരു ആശ്വാസം, എന്താണ് ഞാൻ ഇപ്പൊ രക്ഷപ്പെടും. നേരെ മോളിൽ കയറുന്നതും ഈ കയർ ഇങ്ങനെ കഴുത്തിലൂടെ ചുറ്റി പുലിയെ ഇങ്ങനെ എടുത്തിട്ട് ഇവ ഒറ്റ അടി കവാലത്തിട്ട് കൊടുത്തിട്ട് പറയും, ഇനി മേലാൽ ഞങ്ങളെ ഫോളോ ചെയ്യലെന്ന് പറഞ്ഞ് അങ്ങ് വിടും. ഈ പോണ പോക്കിൽ പുലി പറഞ്ഞോണ്ട് പോവും, ഇത് നേരത്തെ പറയണ്ടായിരുന്നോ എന്നാ ഞാൻ വരില്ലായിരുന്നു. എന്ത് വിധീത് വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തൻ. അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പോ ഞാൻ ഇങ്ങനെയുള്ള കോമഡികൾ സ്ഥിരമായിട്ട് അടിക്കാറുണ്ടോ? ഞാൻ എപ്പോഴും പറയും അപ്പോ വയറെടുക്കല്ലേ നീ ഒന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി, അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. LED വളം തുടങ്ങി, LED വളം തുറന്നേ. ഇനി ആ വഴി വിട്ടാണല്ലോ. അവരെ ഇത് കയറ്റി വിടണ്ട. എന്റെ പൊന്നോ, ചളു അടിക്കുന്ന ഒരുത്തിന് ഇറക്കി വിട്ടപ്പോണ്ടല്ലോ എന്തൊരു സമാധാനം. മഴ പെയ്ത് തോർന്ന പോലെ. ഇതൊന്ന് തുറക്കോ, ഇതൊന്ന് തുറക്കോ. ഞാൻ ഇനി അങ്ങനത്തെ കോമഡി പറയൂല. അവൻ തന്നെയാണ് സത്യമായിട്ട് പറയൂല. ഒന്ന് തുറക്കോ പ്ലീസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഉണ്ടായിരുന്നോളാം. അവനെ കേട്ടണോ? ആ കയറ്റി വിട്. എന്നിട്ട് നമുക്ക് ഭൂമി നല്ല ഇവിടെ നിന്ന് ചവിട്ടി താത്ത് വിടാൻ പറ്റും. ആണോ? പറയോ? ഇനി പറയൂല. ഉറപ്പാണോ? ഇൻഡിക്കേറ്ററിന്റെ തമാശ ഇനി ഉണ്ടോ? ഇൻഡിക്കേറ്ററിന്റെ പുലിയുടെയോ തമാശ ഇനി വേറെ ഉണ്ടോ? ഇല്ല പുലി ചത്ത്. ആണോ? എന്നാ തുറന്നു വിട്. പാവോ ആ കോളൊന്ന് തുറന്നു കൊടുക്ക്. ഹലോ, ബിൽഡപ്പ് ഒന്നും വേണ്ട, വാ. തന്നെ ബാക്ക് തിരിഞ്ഞു നിന്നിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് തിരിയാ. നീ ആര്, മോഹൻലാലോ? സത്യത്തിൽ നിങ്ങൾ ചിരി വന്നിട്ട് മനപ്പുറം ചിരിക്കാത്തില്ല. ഭയങ്കര കോമഡി അല്ലായിരുന്നു. ഇനി മിണ്ടരുത്. ഇല്ല, നീ എന്താ പറഞ്ഞെന്നുള്ളത് ചോദിക്കാം നമുക്ക്. ഗസ്റ്റിന് എന്ത് തോന്നുന്നു ഇവന്റെ നിലവാരമുള്ള തമാശ കേട്ടിട്ട്? നിലവാരം കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിലവാരം ആയിപ്പോയി, അതാണ്. ഈ ഒരു സദസ്സിലേക്ക് അത് ധാരാളമല്ലേ. അതാണ് വളരെ നല്ല. നീ സദസ്സറിഞ്ഞ് കളിച്ചു എന്നാണ് പറയുന്നത് അബൂക്ക. എനിക്കേ പുള്ളിയോട് മനസ്സിലാക്കാൻ പറ്റില്ല. പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ക്ലാസിക് ക്രിമിനൽ. എനിക്കൊന്നും മനസ്സിലാക്കാൻ ഏട്ടൻ കയറി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്തു ഇനി നമുക്ക് അംഗത്തട്ടിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം ദേവഗണങ്ങളും അസുരഗണങ്ങളും തമ്മിലുള്ള ഒരു അംഗമാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ വരാൻ പറട്ടും. ഞാൻ വിചാരിച്ചില്ല അവനെ കീറ്റാനുള്ള ഏത് ഞാൻ വിനിയോഗിക്കും. അതുകൊണ്ട് ഇതാണ് മത്സരത്തിൽ ഇങ്ങനെ കച്ചമുറുക്കി നിൽക്കുകയാണ് ദേവഗണങ്ങള്, അതുപോലെ തന്നെയാണ് അസുരഗണങ്ങളും. ഇപ്പൊ ശരിക്കും നമ്മുടെ ആദ്യത്തെ റൗണ്ട് മത്സരം കഴിഞ്ഞ് നിൽക്കുകയാണ്. വിജയശ്രീ ലളിതനായിരിക്കുന്ന അബൂക്കയാണ്. അതെ, രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ഒന്ന് എന്താ പറയാ, മോഹിനിനെ കയ്യിൽ കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്.
അത് കൂടാതെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാല് അത് ആ മുഖത്ത് കാണാനുണ്ട്. ഇന്നലെ രാത്രി ശരിക്കും പൂണ്ട് വിളയാടിയതില്ല. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് ബാറിൽ പോയിട്ട്? ബൈജാസുരനോട് ചോദിച്ചാൽ പറയും ബാക്കി. അവിടെ പോയിട്ടേ നാക്കിന്റെ അടിയിൽ ഇടണ ഒരു കാ കൊടുത്തു. പുള്ളി പൊളിച്ചെന്നാണ് അറിഞ്ഞത്. ഈ സ്വർഗത്തിൽ എങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? നാക്ക് പൊക്കിയിട്ട് അടിയിൽ വെച്ചിട്ട് നടന്ന 3 ദിവസം നക്ഷത്രവണ്ണി നടക്കാം. KSD. കാലന്റെ സാധനം. മോഹിനി, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരങ്ങൾ കഴിഞ്ഞത്? നമ്മൾ പുതിയൊരു അംഗത്തിലേക്ക് കടക്കാണ്. ഞാനിപ്പോ സേഫ് സോണിൽ നിൽക്കുക. വരുന്ന 2 മത്സരങ്ങൾക്ക് അനുസരിച്ച് വേണം ബാക്കി ഇനി തീരുമാനങ്ങളെല്ലാം എടുക്കാൻ. ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല എന്നുള്ളൊരു പേടിയുണ്ടോ? നന്നായിട്ടുണ്ട് മാത്തു, നല്ല പേടിയുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഉള്ളതാണ് ഒരു ധൈര്യം. ഇല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഊരിപ്പോകാനുള്ള വഴിയുണ്ട്. ആകപ്പാടി ഇവിടെ തടഞ്ഞു വെക്കാൻ സാധ്യതയുള്ളത് മോഹിനിയുടെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. ഞങ്ങളോടൊന്നും താല്പര്യമില്ല. എനിക്ക് നിങ്ങളോടാണ് താല്പര്യം. മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമാ. ഹലോ ഹലോ ഹലോ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം തീർക്കാനുള്ള സ്ഥലമല്ലേ? നിങ്ങൾ മാറ്ററിലോട്ടോ കുറെ നേരം കൊണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ മാറ്ററിലേക്ക് വന്ന് മത്സരം ആരംഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പുകൾ വരട്ടെ, പടക്കോപ്പുകൾ വരട്ടെ. മോഹിനിയെ സ്വന്തമാക്കാനുള്ള ശക്തി പരീക്ഷണമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അസുരന്മാരും ദേവന്മാരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാനായിട്ട് പോകുന്നു. നമുക്ക് ഈ അംഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും അധികം ഹിറ്റായിട്ട് ഓടിയൊരു സിനിമ എന്ന് പറയുന്നതാണ് ചിത്രം. അതെ, കുറെ കാലം ഓടി. നമ്മളൊക്കെ ദൂരദർശൻ കാണാൻ ആദ്യമായിട്ട് ഇത് കാണാൻ. ആ സമയത്ത് ഏറ്റവും അധികം അതിന്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എപ്പിസോഡ് ഉണ്ട്. എപ്പിസോഡ് എന്ന് വെച്ചാൽ എത്ര സുന്ദരമായ ആചാരങ്ങൾ. അതെ, അതങ്ങനെ ആ ഡയലോഗ് പറയുന്നതിന് തൊട്ട് മുമ്പ് മോഹൻലാലും നദിയ മൊയ്തും കൂടെ കൂടിയിട്ട് കുറെ സീനില്ല. നദിയ മൊയ്തു അല്ല എന്റെ പൊന്നോ, രഞ്ജിനി അല്ലേ? രഞ്ജിനിയാണ് നദിയ മൊയ്തു. അതെ, ആകാശദൂതിലും മമ്മൂട്ടിയാണോ? അല്ല, ഇതിലും നദിയ മൊയ്താണോ? ക്ഷമിക്കേ. എന്തായാലും അതിന്റെ അകത്ത് മത്സരമാണ് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത്. എത്ര സുന്ദരമായ ആചാരങ്ങൾ. അതെ, അതങ്ങനെ ആ ഡയലോഗ് പറയുന്നതിന് തൊട്ട് മുമ്പ് മോഹൻലാലും രഞ്ജിനിയും കൂടെ കൂടിയിട്ട് സാരിയുടെ തുമ്പിൽ കെട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് നടക്കുമല്ലോ. അന്നേരം ഇങ്ങനെ അങ്ങോട്ടിലുടുന്നു ഇങ്ങോട്ടിലുടുന്നു. ഭയങ്കര രസമല്ലേ അത് കണ്ടിരിക്കാനായിട്ട്. അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് റോക്ക് ആൻഡ് റോളിൽ എന്തായാലും അങ്ങനത്തെ ഒരു മത്സരം വേണമെന്ന്. അതല്ല, അതിൽ നെടുമുടി വേണുവിന്റെ റോളായിരിക്കും മാത്തുക്കുട്ടി. ആ കോമഡിയിൽ ആരും വിഷമിക്കണ്ട. അതാ കോസ്റ്റ്യൂം ഊരിയുടെ അതിലൂട്ടത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ദേവഗണത്തിൽ നിന്ന് അശ്വതിയും അസുരഗണത്തിൽ നിന്ന് വരദയും വന്നു കഴിഞ്ഞാൽ ആ മത്സരം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന കൊടി അവിടെ കുത്തണം. അവരുടെ കൊടി അതാണ്. അസുരഗണങ്ങളുടെ കൊടി കണ്ടോ? ആ അപ്പൂപ്പന്റെ ഡേഞ്ചർ അപ്പൂപ്പന്റെ പടം വെച്ചേക്കുന്നുണ്ടോ? പതാക നാട്ടുന്ന ഒരു പരിപാടിയാണ് 2 ടീമുകൾക്കും ചെയ്യാനുള്ളത്. മത്സരത്തിന് ആൾക്കാരെ വിളിക്കാം. ദേവഗണത്തിൽ നിന്നും അശ്വതി തമ്പുരാട്ടി, അസുരഗണത്തിൽ നിന്നും വരദാസുര. നമ്മള് ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇതാണ് അശ്വതിയെ അഴിച്ചു വിട്ടേക്കാണെന്ന് ആരും പറയില്ല, കെട്ടിയിട്ടേക്കാം. ഇനി ഇവരെ തമ്മിൽ കെട്ടാൻ പോവാണ്. അംഗം തുടങ്ങുകയായി. ആരവം മുഴങ്ങട്ടെ. ഈ മത്സരം കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഒരു പേര് വീഴും. വലിപ്പിക്കാൻ നിങ്ങൾ കാലന്മാരാണെന്ന്. ഈ മത്സരത്തിൽ വിജയിയായിരിക്കുന്നു അശ്വതി തമ്പുരാട്ടി ഫ്രം ദേവഗണം.
വിജയിച്ചു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ടീമിന്റെ കാര്യത്തില്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും കൊടികൾ ഒരുപാട് ബാക്കിയുണ്ട്, അസുരന്മാരും ദേവന്മാരും ഒരുപാട് ബാക്കിയുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഇവരെ അഴിച്ചുവിടണ്ടേ? അശ്വതി അഴിച്ചുവിടല്ലേ. അബദ്ധത്തിൽ ദേവഗണത്തിൽ നിന്ന് ഒരുത്തി പോയിട്ട് അസുരൻ ഒരുത്തിനൊഴിച്ചുകൊണ്ടു. അത് ജയിച്ചതിന്റെ അഹങ്കാരമാണ്. ജയിച്ചതിന്റെ അഹങ്കാരം. അത് മധുവിത് പോലും മാറാത്ത ഒരു ഭർത്താവിനെ. സോറിയോ? എന്റെ പട്ടിക്കുട്ടിയുടെ പേര് മാർലി എന്നാണ്. അപ്പൊ പെട്ടെന്ന് അവന് ഓർമ്മ. ദേവന്മാര് പട്ടീനെ കൊണ്ടുത്താറുണ്ട്. അർജുന രണത്തുണ്ടയുടെ പട്ടിയുടെ പേര്. 2 എപ്പിസോഡ് വേണ്ടി വരും. അല്ലല്ല, അശ്വതിക്ക് ഒരു പശുവുണ്ട്, ഷേർലി. എങ്ങനെ മനസ്സിലായി? നീ ഇന്നലെ എന്റെ വീട്ടിൽ കയറിയായിരുന്നു. നീ അത് അവൻ കേറിയിട്ട് പിന്നെ നിന്റെ തൊഴുത്തിലാണല്ലോ കിടക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ട് മത്സരത്തിന് വേണ്ടിയിട്ട് അരങ്ങൊരുങ്ങി കഴിഞ്ഞു. അപ്പൊ ആരാണ് വരുന്നത്? ദേവഗണത്തിൽ നിന്നും. ദേവഗണത്തിൽ നിന്നും സാജൻ സൂര്യദേവൻ. അങ്ങനെയാണെങ്കിൽ അസുരഗണത്തിൽ നിന്നും വരുന്നു രതി നിർവേദാസുരൻ. അപ്പൊ രതി നിർവേദാസുരനും സാജൻ സൂര്യദേവനും തമ്മിലുള്ള ബലപ്രയോഗം. കല്ലു, മാത്തു, ദേവകന്യക മോഹിനിയെ സ്വന്തമാക്കാനുള്ള 2ാം അംഗത്തിന് അരങ്ങൊരുങ്ങി കഴിഞ്ഞു. അതെ, അങ്ങനെയാണെങ്കിൽ കൊടി പിടിച്ചോ, ഞാൻ ലോക്ക് ചെയ്യാം. മത്സരം തുടങ്ങട്ടെ. ആദ്യമേ റാജയുടെ ഇങ്ങനെ പോയി. കല്ലു, എനിക്ക് പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വന്നു. ഇവരുടെ മത്സരം കണ്ടപ്പോ. സൂര്യകിരീടം വീണുടഞ്ഞു. എങ്ങനെ ഉടയാതിരിക്കും? സൂര്യന് മേൽ വരെ രതിയെ ജയിക്കും. സത്യം കേട്ടോ, അവിടുന്ന് ഇന്ദ്രന്റെ ഫിഗറുമായിട്ട് വന്നിട്ട് ഫിഗറുമായിട്ട് തിരിച്ചു പോയി. അല്ല, എന്താ ഇങ്ങനെ ചെരിഞ്ഞ് പോണ്ടായിരുന്നു? ദേവാസുരൻ ലാലേട്ടന്റെ ടീമാണ്. മാത്തു, ഇവരെ പിരിച്ചുവിട്ടാലോ? പിരിച്ചുവിടാം. മടങ്ങി പോകൂ കുമാരന്മാരെ. അപ്പോ ഇപ്പൊ ഈക്വൽ ആയിട്ടോ? ഓരോ പ്രാവശ്യം ഈക്വൽ ആകുമ്പോഴും അബൂക്കാക്ക് ഭയങ്കര പറയാനല്ലേ, നമ്മള് അതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോ അത് പറയണല്ലോ, നിങ്ങൾ അറിയിക്കണല്ലോ. ഇതിന്റെ ഫൈനൽ റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ മത്സരത്തിൽ ആരാണോ വിജയി അവരായിരിക്കും മോഹിനിയെ തൽക്കാലത്തേക്ക് സ്വന്തമാക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനേ നമ്മുടെ പുതുമണവാട്ടിയെ വിളിച്ചാലോ? ഹരിദാസുര. ഹരിദാസുര വരുന്നു. അസുരഗണത്തിൽ നിന്നും ദേവഗണത്തിൽ നിന്നും വരുന്നു ഹർഷ. ഹലോ, മുറുകിക്കോ. മത്സരം തുടങ്ങാൻ പോകുന്നു. കാഹളം മുഴങ്ങട്ടെ. അപ്പൂപ്പാ, എന്റെ കുട്ടിയെ കാത്തുകൊള്ളണേ അപ്പൂപ്പാ. പക്ഷെ നമ്മൾ ഈ തോൽവിയിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ എപ്പോഴും അഖിലേ, ഹർഷയോട് പറഞ്ഞ എന്താണെന്നറിയോ? തോൽവിയിലേക്ക് ഇങ്ങനെ നോക്കരുത്. തോൽവി അവിടെ ഇരിക്കുക. ഞാനോ? അല്ലല്ല, അഖിൽ തോൽവി.
വഴിയെ പോണതെല്ലാം കയറിയാക്കല്ലേ വൈകിട്ട് അതെനിക്കുള്ളതായിരുന്നു. യെസ്, എങ്ങനെയായിരുന്നു മത്സരം? എങ്ങനെയായിരുന്നു പക്ഷേ? ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരങ്ങ് എടുത്തോട്ടെ, എല്ലാ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചങ്ങ് വിജയിച്ച് നിൽക്കല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാലോ, ഈ ഘട്ടം അവസാനിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ദേവന്മാരുടെ ഗ്രിപ്പ് പോയിരിക്കുക. ഇപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് മോഹിനി ആരെ കോട്ടില? അസുരഗണത്തിന്റെ കോട്ടില. അസുരഗണത്തിന്റെ കോട്ടിലേക്ക് മോഹിനി എത്തിയിരിക്കുന്നു. അല്ല, മത്സരം കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, പക്ഷെ ഇനി ഒരു ഘട്ടം കൂടി ഉണ്ട്. ബുദ്ധി. അതെ, ബുദ്ധി. ബുദ്ധി അളക്കുന്ന ഒരൊറ്റ മത്സരം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോഹിനി ആർക്കാണെന്നുള്ള കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമാകും. അതെ കല്ലു, ആ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ഇവരെ അഴിച്ചുവിടേണ്ടതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അസുരന്മാരുടെ വിജയം അത് നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അത് വെറുതെ ആഘോഷിച്ചാൽ പോരാ, അസുരന്മാർ സ്വന്തമാക്കിയ മോഹിനി കൂടി നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നു. അതിനുശേഷം ആഘോഷം മുഴങ്ങുന്നു. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. കല്ലു, 3-2 അസുരന്മാർ വിജയിച്ചിട്ട് നിൽക്കാണ്. അവരിപ്പോ മോഹിനി എങ്ങനെ നോക്കി നിൽക്കാണ്. വിജയിച്ചിട്ട് എന്ത് കാര്യം, അവിടെയാണല്ലോ ഇരിക്കുന്നത്. ഈ അസുര സേനയോടൊപ്പം ചേരൂ, എന്നിട്ട് നൃത്തം കൊണ്ട് നമ്മളെ താറടിക്കൂ, അല്ല ആനന്ദ ലഹരിയിൽ ആറാടിക്കൂ. ഇപ്പോഴോ? തന്നെ. അതെന്താ ഇപ്പോ? ഇത് ഈ വിജയം, മത്സരം കൂടി ഇല്ലേ? ഈ വിജയം നമ്മൾ ആഘോഷിക്കണ്ടേ? പിന്നെ വരൂ. അല്ല, നമ്മുടെ പുള്ളിയെ കണ്ടിട്ടാണെങ്കിൽ പേടിക്കണ്ട. ഇത് ഗുരുവിലെ സുരേഷ് ഗോപിയായിട്ട് കണ്ടാ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരമായിട്ട് കാത്തിരുന്ന ആ നിമിഷം അസുരഗണത്തിന് സ്വന്തമായിരിക്കുകയാണ്. മോഹിനിക്കൊപ്പം നൃത്തം ചെയ്യാനുള്ള അവസരം. പക്ഷെ അതിനു മുമ്പ് ഈ കൊടികളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് അങ്ങ് വിസ്തൃതമായിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെയാണെങ്കിൽ അങ്കത്തട്ട് വൃത്തിയാക്കൂ, നൃത്തം തുടരട്ടെ. അസുരന്മാരും മോഹിനിയും ചേർന്ന് അവതരിപ്പിക്കുന്ന പാതാള നൃത്തം ആരംഭിക്കുന്നു. മ്യൂസിക്. ചിറകില്ലാതുയരത്തിൽ പാറാം, കനമില്ലാതാടാം തുടിതാളം കൊട്ട. വെളിവില്ല കളിയെല്ലാം തീരും, കളമെല്ലാം മാറും, വിഴിനീരും വായും. നല്ലോരല്ല പാതാളത്തിൽ സൊല്ലുകത്തു പോറന്മാർ. മോഹിനി ഗംഭീര ഡാൻസ് ആണ്. അതെ, സൂപ്പർ സൂപ്പർ. അത് അസുരന്മാര് മോഹിനിയും കൂടെ വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ അവരുടെ ആവേശം കൂടി, എനർജി കേറി. അത് മാത്രമല്ല ഇപ്പൊ ശ്വാസം പിടിച്ചോണ്ടിരിക്കുക. അല്ല, ഈ അപ്സരസിനെയും മോഹിനിയൊക്കെ ഈ അസുരന്മാര് പിടിച്ചോണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഈ കൂടെ ഡാൻസ് കളിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, അത് നിവർത്തികേടുകൊണ്ടാണ്. എന്റെ ദേവാംഗന എന്താ പറഞ്ഞത്? നിവർത്തികേട് കൊണ്ടോ? അല്ല, അങ്ങനെയല്ല, അതൊരു വിദ്യയാണ്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്നെ അങ്ങനെയാണ് കണ്ടത്. ഞാൻ കണ്ടില്ലല്ലോ. ഹലോ ടി.ടി.ആർ, ഞങ്ങൾ ഒരു കാര്യം പറയാം. ആ മനുഷ്യനെ മാറ്റി നിർത്തി കാണാം, അല്ലെങ്കിൽ ആ തലയോട്ടിക്ക് പറയാം, അയാളുടെ തല അവിടെ ഇത്രയും നേരം ആ സാജൻ ചേട്ടന്റെ വിഗ്കളവി കിരീടം വീണ് ഇവിടെ എത്രയും സംഭവം ഉണ്ടായി. ഈ ഇരുന്ന ഈ പന്തത്തെ ഈ കിണ രാജാവ് മിണ്ടിയായിരുന്ന പെങ്കൊച്ചിന്റെ ഇതുവഴി മറ്റേ ആ പട്ടിക്കുട്ടി റോട്ടിട്ട് ഇറക്കിപ്പോ ഇവിടെ ഇട്ട് എന്നിട്ട് ഈ കിണ രാജാവ് മിണ്ടിയായിരുന്നു. ഇപ്പൊ മോഹിനിയെ പറഞ്ഞപ്പോ ഇത് ഏതോ ഒലിക്കതാ ഇതുവഴി. ഞങ്ങൾ ആവശ്യത്തിന് മിണ്ടുള്ളൂ. ഈ പറഞ്ഞ നിന്റെ ഒലിക്കുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത് ഒരുപാടുണ്ട്, ഞങ്ങൾക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത്. നിന്റെ ആ ഗിൽറ്റ് പേപ്പർ നീ ഒന്ന് അളവിന് കൊണ്ടടി.
അതെ, അബൂക്കായ്ക്ക് ഒരു പരാതിയുണ്ട്. നേരത്തെ ഈ പിന്നെ രണ്ടുപേരും തുല്യ ശക്തികളാണെന്ന് തീരുമാനിച്ച സമയത്ത് സമനിലയിൽ വന്നപ്പോഴത്തേക്ക് മൂപ്പർക്ക് ഒരു ഡാൻസ് കളിക്കാൻ ഒരു ചാൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ ഇങ്ങനെ കൈ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇല്ല, അങ്ങനെ ഡാൻസിന്റെ ആവശ്യമില്ല. ഡാൻസ് പിന്നെ മോഹിനിയുടെ ഡാൻസ് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇത് താൽക്കാലിക ഒരു വിജയത്തിന്റെ ആഘോഷമാണ്, അല്ലാതെ പൂർണ്ണമായിട്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ ഒന്നും. ഇനി ഒരു ഘട്ടം കൂടി ബാക്കിയുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ മോഹിനി ആർക്ക് സ്വന്തമാണെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ. അല്ല, ആക്ച്വലി എനിക്ക് മോഹിനി എന്നുള്ള പേര് ആരാട്ടത്? ഞാനാ, എന്റെ ഐഡിയ ആയിക്കോളും. മാത്രം നീ ഒറ്റയ്ക്ക് അവതരിപ്പിച്ച ഞാൻ ഇല്ല. ഇങ്ങനെ വെളിയിൽ പോയി കളിച്ചാൽ ഫീൽഡ് ഔട്ട് ആവുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് മോഹനനെ അവിടെ നോക്കിയിരിക്കണം. ഇനി റോക്ക് ആൻഡ് റോളിലേക്ക് അടുത്ത ഘട്ടം വരുന്നു. മോഹിനിയെ സ്വന്തമാക്കാനുള്ള പുതിയ അംഗം, അതും ബുദ്ധി പരീക്ഷണം. അതെ, ബുദ്ധി പരീക്ഷണത്തിൽ ശരിക്കും ദേവഗണോ അസുരഗണവും ഏറ്റുമുട്ടാൻ പോവാണ്. തീപ്പരി പാറും. പക്ഷെ ഇതിൽ ആർക്കാണ് ബുദ്ധി കൂടുതൽ? എനിക്കാണ് ബുദ്ധി കൂടുതൽ. യാതൊരു സംശയമില്ല. അത് കണ്ടാലേ അറിയാം, അടി പിടിച്ചിരിക്കുന്ന. നിങ്ങൾക്ക് ആർക്കാണ് ബുദ്ധി കൂടുതലെന്ന് തോന്നിയിട്ടുള്ളത്? നമുക്ക് ബുദ്ധി കൂടുതലാണ്, അവർക്ക് പക്ഷെ തൊട്ട് മുമ്പിൽ ഒരു സാധനം കൂടെ ഉണ്ട്, മന്ദബുദ്ധി. സൈലൻസ്. ഞാൻ ഒറ്റയ്ക്ക് കൈ അടിക്കും. എന്റെ പ്രതികാരമാണ് പറഞ്ഞത്. അവനാണെന്ന് അവന് മനസ്സിലായി. അതെ അതെ അതെ. അടുത്ത റൗണ്ട് ബുദ്ധികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. അസുരന്മാരുടെ ബുദ്ധിയും ദേവന്മാരുടെ ബുദ്ധിയും. ആര് വിജയിക്കും? ചെറിയൊരു ബ്രേക്കിന് ശേഷം വേഗം തിരിച്ചു വരാം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. അവസാനത്തെ റൗണ്ട് മത്സരം, ബുദ്ധി പരീക്ഷണം. ആരാണ് മോഹിനിയെ സ്വന്തമാക്കാനുള്ള അവസാനത്തെ ഓപ്ഷൻ? അവസാനമേ നമ്മുടെ അസുര ജെറ്റ് പോകുന്ന സമയത്ത് ബാക്കി 3 പേരൂടെ തിരിച്ചു പോകേണ്ടി വരുമെന്നാ തോന്നുന്നു. മോഹിനി ഇവിടെ നിർത്തിയിട്ട് പോകേണ്ടി വരുമെന്നാ എനിക്ക് തോന്നേ. അല്ല, എനിക്ക് പോണം. എനിക്ക് കുറെ സിനിമകൾ ഇനിയും ചെയ്യാനുണ്ട്. ലാലേട്ടന്റെ സിനിമ ഡബ് ചെയ്ത് തീർത്തായിരുന്നോ? ഇല്ല, ഇനി ഒരു ദിവസത്തെ ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ഇവിടെ തന്നെ തത്തിക്കളിച്ച് എന്ത് ചെയ്യും? മിക്കവാറും. പിന്നെ മാത്രല്ല, എനിക്ക് വന്നപ്പോഴത്തെ ആ ഒരു ഇത് ഇല്ല. ഇവരെപ്പോഴും അടിയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ സ്വർഗത്തിൽ സ്ഥിരമായിട്ട് നിന്നാലോ നരകത്തിൽ പോയി സ്ഥിരമായിട്ട് നിന്നാലോ ഈ ഒരു പ്രശ്നമില്ല. അതിനേക്കാൾ നല്ലത് നമ്മുടെ ഭൂമിയല്ലേ? ആണോ? അയ്യോ. അബുക, എന്ത് തോന്നുന്നു? അവസാനത്തെ റൗണ്ട് മത്സരമാണ് നടക്കാനായിട്ട് പോകുന്നത്. ഓരോന്നും വിധം ജയിച്ചു നിൽക്കുകയാണ് ഇരു ടീമുകളും. ഇതില് ദേവഗണം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അതെ, അങ്ങനെയാണെങ്കിൽ തുല്യ ശക്തികളാവും. അങ്ങനെ നമുക്ക് സമാധാനമായിട്ട് 4 പേർ കൂടെ തിരിച്ചു ഭൂമിയിലേക്ക് പോകും. ദേവഗണം ജയിക്കണം എന്നുള്ളതാണ് അബൂക്കാട് ആഗ്രഹം. എന്നാലേ മൊത്തം സമനിലയിൽ കലാശിക്കുള്ളൂ. ഇതൊരു സമനിലയിലെങ്കിലും ആയില്ലെങ്കിൽ നമ്മുടെ സമനില തെറ്റാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഒരു സമനില പിടിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എല്ലാവരും ബുദ്ധി പ്രയോഗിക്കണം. ഈ ബുദ്ധി പരീക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമയുടെ ചില ക്ലൂ, ചില ചിത്രങ്ങൾ നമ്മൾ കാണിക്കും. മിനിമൽ പോസ്റ്റേഴ്സ് എന്ന് നമ്മൾ അതിന്റെ ഭൂമിയിൽ പറയുന്ന മിനിമൽ പോസ്റ്റേഴ്സ് എന്നാണ്. ഈ മിനിമൽ പോസ്റ്റർ കാണിച്ചു കഴിഞ്ഞിട്ട് ആ സിനിമ ഏതാണെന്ന് കണ്ടെത്തണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ സിനിമ മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒറ്റ പ്രാവശ്യം ഈ ബസർ അമർത്തുക. 10 സെക്കൻഡിനുള്ളിൽ പറയണം. അഥവാ തെറ്റുത്തരമാണ് പറയുന്നതെങ്കിൽ അടുത്ത ആളിലേക്ക് ചാൻസ് പോകും. അംഗം തുടങ്ങുന്നു. ഇത് ബുദ്ധി പരീക്ഷണം. ഏതാണ് ഉത്തരം? 10, 9. വെള്ളാനകളുടെ നാട് കറക്റ്റ് ഉത്തരം. അടുത്ത ചിത്രത്തിലേക്ക് പോകുന്നു. ചിത്രം ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്നാണ് ആദ്യം. 10, ദൃശ്യം 9. ദൃശ്യം ശരിയായിട്ടുള്ള മഞ്ഞ വണ്ടി താഴ്ന്നു പോകുന്നു. ഇപ്പൊ അസുരഗണത്തിനും 1 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ദേവഗണത്തിന് 1 പോയിന്റ്, അസുരഗണത്തിന് 1 പോയിന്റ്. അടുത്ത ചിത്രം വരട്ടെ. അവിടെ നിന്നാണ് 10. ഇത് മറ്റേ 9. ഈ മത്സരത്തെ പറ്റിയിട്ട് ഇവരോട് ഒരു വിലയിരുത്തൽ ചോദിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട് ഈ മത്സരം?
ഇപ്പൊ നിങ്ങളാണ് ജയിച്ചു നിൽക്കുന്നത്. ഭയങ്കര ഇപ്പൊ അസുരഗണം ശരിക്കും 2 പോയിന്റും ദേവഗണം 1 പോയിന്റിലുമാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഈ മത്സരം? സൂപ്പർ മത്സരം. സൂപ്പർ മത്സരം, അടിപൊളിയാണ്. പക്ഷേ ദേവഗണം ഒന്ന് മുന്നോട്ട് വരണം. അടുത്തത് പോ. റെഡി? സ്ഫടികം പറഞ്ഞു, അവര് പറഞ്ഞു. അപ്പൊ 2-2, ദേവഗണം 2, അസുരഗണം 2. ഉല്ലാസമഹാരം സ്ഫടികം. എങ്ങനെയുണ്ട് ഈ മത്സരം? തകർക്കുന്നു. എന്താ അങ്ങനെ പെട്ടെന്ന് പറയാനുള്ള കാരണം? ഇതിനകത്ത് കടുവയും മൈനയും. കടുവയും മൈനയും കണക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. അടുത്ത ചിത്രം വരട്ടെ. ഇവിടെ നിന്നാണ് ആദ്യത്തെ അടി. 10, 9, 10, 8, 7, 6, 5, 4, 3, 2, 1. ടൈം ഔട്ട്. ട്രാഫിക്കിൽ അവര് പോകുമ്പോ വഴി തെറ്റി 2 സൈഡിലേക്ക് പോകാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്. കാട്ടിലൂടെ പോകുമ്പോ ആ സീൻ വെച്ചിട്ട് അത് വെച്ചിട്ട് പിന്നെ ബാഗ് മറ്റേ ഇത് ഹാർട്ട് കൊണ്ടാണ് അവര് പോകുന്നത്. അതെ, ട്രാഫിക് ആംബുലൻസ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാലേ പി അടിക്കാവൂ. റെഡി? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ മത്സരം കടുപ്പിക്കാൻ പോവുകയാണ്. 3-2 എന്ന നിലയിലാണ് ഇപ്പൊ അതെ, ദേവഗണം 3 പോയിന്റും അസുരഗണം 2 പോയിന്റും. ഒരു പടി മുന്നിൽ, ഒരു പണത്തൂക്കം മുന്നിലാണ് ദേവഗണം. യെസ്. അടുത്ത വരട്ടെ. ഇവിടെ 4. അങ്ങനെ 5. കറക്റ്റ് ആൻസർ, മനു അങ്കിൾ. അടുത്തതിലേക്ക് പോവാം. അവിടെയാ. ഞാൻ പറയട്ടെ, മെമ്മറീസ്. എന്താണ് മെമ്മറീസിൽ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ശ്രീകുമാരേട്ടൻ ഈ ബ്ലഡ് ഒക്കെ എഴുതിട്ട് വരുമ്പോ ഇത് മറ്റേ ജിത്തു ജോസഫിന് മറ്റേ പുസ്തകം ഉണ്ടല്ലോ, അതിലെ ഐഡിയ ആണ്. സൈക്കോളജി തോക്കെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെടിവെച്ചാൽ ഗ്യാസ് ഉണ്ടെങ്കിലും സ്പാർക്ക് ഉണ്ടാവും. മറ്റേ അത് വിട്ടു. അല്ലല്ല, മറ്റേ അയാളുണ്ടല്ലോ, ആളുടെ പേര് വിട്ടു. കുറ്റാന്വേഷകൻ. മറ്റേ കുറ്റാന്വേഷകൻ പറ. മറ്റേ പുള്ളി മറ്റേ ദേവഗണം 4, അസുരഗണം 3. ശരി. കഥയിലെ രാജകുമാരിയും ഇതിന്റെ ഉത്തരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണരാമൻ. ശരിയായ കല്യാണരാമൻ എന്താ? സമനില പിടിക്കുമ്പോഴൊക്കെ സമനില തെറ്റുന്ന ഒരാളെ കണ്ടാ. ഇനി 2 അവസരങ്ങൾ കൂടി ഇവർക്കുള്ളൂ. 2 അവസരങ്ങൾ കൂടി മാത്രം. മിക്കവാറും ഈ തവണ ടൈ ആവാൻ. അല്ലല്ല, അത് സലീമൊക്കെ കണ്ണാടി വെച്ചതിനോട്ടാ കരയുവാണ്. കണ്ണാടി വെച്ചതിനോട്ട് അറിയാൻ പറ്റാത്തതാ. അതെ, ടൈ ആയിട്ട് നിൽക്കാണ്. ഇനി അവശേഷിക്കുന്നത് 2 ചോദ്യങ്ങൾ മാത്രം. അതിൽ 1 വീതം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരു ചോദ്യം കൂടി വേണ്ടി വരും. അതെ, നമ്മൾ ഒരു ഇത് നടത്തോടെ, പെനാൽറ്റി ഷൂട്ട് ഔട്ട്, ടൈ ബ്രേക്കർ നടത്താം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് പോവാം. എന്താണ് അടുത്ത്? അതെ, അവരല്ലോ 5-4. അല്ലല്ല, അതെ. അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ആ ചോദ്യത്തിനെക്കാളും ദേവഗണമാണ് ഉത്തരം പറയണമെങ്കിൽ ഈ റൗണ്ടിൽ ദേവഗണം വിജയിക്കും. അങ്ങനെയാണെങ്കിൽ തൊട്ടു മുൻപ് വിജയിച്ച അസുരഗണം പോലെ തന്നെ 1-1 എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു പോവാം. അതെ, അതല്ല അവരാണ് ജയിക്കുന്നതെങ്കിൽ, സമനിലയിൽ അവസരഗണത്തിന്റെ ഭാഗമാവും മോഹിനി.
പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. എന്താ ധൈര്യം വന്നു. എന്താന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ടീമാണ് അസുരഗണം. നമ്മൾ തീരുമാനിച്ച അവരുടെ കൂടെ പോകും. ഒരു കാര്യം ഞാൻ പറയാം, ആരാണോ വിളിച്ചു കൊണ്ടുവന്നത് മോഹിനിയെ, ആ ടീമിന് ഇനി മോഹിനിയെ സ്വന്തമാക്കാനുള്ള അവസരമില്ല. ആകെ അസുരഗണത്തിൽ നിന്ന് തട്ടിയെടുത്ത് ഭൂമിയിലേക്ക് തിരിച്ചു വിടാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ വന്നു സേഫ് ആയിട്ട് തിരിച്ചു വിടും. അയ്യോ സേഫ് ആണോ എന്ന് അങ്ങനെ അറിയാം. നമ്മൾ അടിക്കുന്നില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവസാനത്തെ ചോദ്യം. യെസ്, ടൈം ഔട്ട്. നിങ്ങൾ പറ. 5 4 3 2 1 ടൈം ഔട്ട്. കാര്യം ഈ റൗണ്ടിൽ വിജയിച്ചത് ദേവഗണങ്ങളാണെങ്കിലും ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അബൂക്ക. അതുകൊണ്ട് തന്നെ മോഹിനി സ്വന്തമായിരിക്കുന്നു അബൂക്കയ്ക്ക്. കളി സമനിലായതിൽ ഗുണം കണ്ടോ? ഉണ്ട്. ആദ്യം ഒരുപക്ഷെ നിങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മോഹിനിക്കൊപ്പം ഒരു ഡാൻസ് കളിക്കാനുള്ള അവസരം ഉണ്ടാവാം. പക്ഷെ ഇപ്പോ സമനിലയിൽ പിരിഞ്ഞു കഴിഞ്ഞപ്പോ അന്തിമ വിജയം അബൂക്കയുടേതായി മാറി. അതുകൊണ്ട് ഇനിയുള്ള ചാൻസ് അബൂക്കയ്ക്കാണ്. അബൂക്കയും മോഹിനിയുമായിട്ടൊരു ഡ്യൂറ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ആ കണ്ണാടിക്ക് ഉള്ളിലുണ്ടല്ലോ അബൂക്കയുടെ കണ്ണിങ്ങനെ വിടർന്ന് വരുന്ന എനിക്ക് കാണാം. ആ കണ്ണെന്ന് കാണിച്ചേ. പേടിയായി പോയി. ഒരു വില്ലന്റെ ഉള്ളിൽ എപ്പോഴും തുടിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഒരു നായകന്റെ മനസ്സുണ്ട്. ഒരു നായകന്റെ മനസ്സുണ്ട്. ഒരു പ്രണയാതുരമായ ഓർമ്മകളുണ്ട്. അതെല്ലാം പൊട്ടി പുറത്തു വരാൻ പോകും. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ യുഗ്മ നൃത്തം. മലയാള സിനിമകളിൽ കണ്ടിട്ടുള്ളത് മുഴുവൻ ഭയങ്കര വില്ലവേഷത്തിലേക്കാണ്. അതെ, ഭയങ്കര കോട്ട ഫിഗറിലേക്കാണ്. അബൂക്ക ഇപ്പൊ ഒരു റൊമാൻറ്റിക് ഹീറോ ആണ്. അതാണ് ഒരു കുഞ്ചാക്കോ ബോബൻ. ഒരു രാജമല്ലി വിടരുന്ന പോലെ അതുപോലെ ഏതാണ്ട് ഒരു യുഗ്മം ഗാനം വിടും. അതിന് നിങ്ങൾ ഒരു യുഗ്മ നൃത്തം കളിക്കും. അതെ. ഹലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹിനിയും മോഹനേട്ടന്റെയും യുഗ്മ നൃത്തം. ഉഗ്രൻ ഒരു രക്ഷയില്ല. അബൂക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നല്ലോ. ഇത് പിന്നെ പ്രൊഫഷണൽ ഡാൻസർ ആണ് നമുക്ക് വിചാരിക്കാൻ. അതെ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി, നോക്കി അല്ല ഇതിപ്പോ ഇവര് രണ്ടുപേരും കളിച്ചോണ്ട് അത് യുഗ്മ നൃത്തമായി. അവരെല്ലാരും കൂടെ കയറി ഒരു യുക്തിയില്ലാത്ത നൃത്തമായി. ഞങ്ങൾ
മോഹിനിയെ ദേവലോകത്ത് എത്തിച്ചു. അതേപോലെ സേഫായ ഒരു കരങ്ങളിൽ ഏൽപ്പിച്ച് നാട്ടിലേക്ക് വിടുന്നു. തൽക്കാലം ഒരു പരിപാടി അവതരിപ്പിക്കാൻ വിളിച്ചാണ്. അത് കഴിയുമ്പോൾ തിരിച്ചു വിടണമല്ലോ. അങ്ങനെ ഇവിടെയാണ് ആരും തോറ്റിട്ടില്ല, ആരും ജയിച്ചിട്ടില്ല. അതുമാണ് കാര്യം. യഥാർത്ഥം അതാണ്, സത്യമാണ്. അവർ ഒരാൾ തോറ്റു എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജയിച്ചെന്ന് പറഞ്ഞാൽ മറ്റൊരു പുകഴ്ത്തും വേണ്ട, എഴുത്തും വേണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ജയിച്ച ഒരാളുണ്ട്. അതാണ് ഏതായാലും രചന നൃത്തത്തിലുള്ള പ്രാവീണ്യം ഇവിടെ കാണിച്ചതുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റി. അതിന് താങ്ക്സ്. അതോടൊപ്പം തന്നെ കല്ലു, അതേപോലെ തന്നെ മാത്തു ഗംഭീര പ്രോഗ്രാമാക്കി മാറ്റിയത് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കുറിച്ച് നല്ലതൊന്നും പറയാൻ ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ കാര്യവും നല്ലത്. ഇപ്പം അസുരഗണത്തിന് വേണ്ടി വന്നിട്ടാണെങ്കിലും ശരി, അതിന്റെ യഥാർത്ഥ വശങ്ങൾ ഞാൻ പറഞ്ഞിവിടെ. അത് പിന്നെ ദേവഗണത്തിന് അനുകൂലമായിട്ടും പറഞ്ഞതിൽ വിരോധമുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. കാരണം പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ കാര്യമാണെന്നുള്ളത്, സത്യമാണെന്നുള്ളത്. കാരണം അവർക്ക് സന്തോഷം മറ്റവർ കൊണ്ടുപോയില്ല, ഇവർക്ക് സന്തോഷം ഇവർ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഇത് കലാശിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഭൂമിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഉണ്ടാകും കൂടെ വരാം. മോഹിനി, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭൂമിയിൽ നിന്ന് വന്ന 4 പേരാണ് ഇപ്പൊ നിരന്ന് നിൽക്കുന്നത്. പറയാനുണ്ട് ഏറ്റവും അവസാനമായി കഴിഞ്ഞപ്പോ. അയ്യോ അടിപൊളി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇടയിൽ ഞാൻ കുറച്ചിങ്ങനെ കൊസ്രാക്കൊള്ളിത്തരം ആര് ജയിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെങ്കിലും അടിപൊളിയായിരുന്നു. എനിക്ക് 2 ഗണങ്ങളെയും ദേവന്മാരെയും അസുരന്മാരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ വെറുതെ തമാശയ്ക്ക് ഓരോന്ന് കാണിച്ചു കൂട്ടിയതാണ്. പക്ഷെ അതിനെക്കാട്ടിലും ഇഷ്ടമായി എനിക്ക് കല്ലുവിനെയും മാത്തുവിനെയും. അയ്യോ അത് വേണ്ടായിരുന്നു. അല്ല അതെന്താണെന്നറിയോ, അവര് നമ്മളെ കുറ്റം പറയുന്നതില് 2 പേരും ഒറ്റക്കെട്ടായി. ഇപ്പൊ മേഘ സിനിമയുടെ ക്ലൈമാക്സ് പോലെയായി. ഒരു സൈഡ് മമ്മൂട്ടി നിൽക്കുന്നു, ഒരു സൈഡ് ശ്രീനിവാസൻ നിൽക്കുന്നു. അവസാനം 2 പേർക്കും കിട്ടിയില്ല, ദിലീപ് കൊണ്ടുപോവുകയും ചെയ്തു. ചിലത് ചീഞ്ഞ് ചിലതിന് വളമാകും എന്ന് പറയും പോലെ ചിലരൊക്കെ ചീഞ്ഞ് ചിലർക്കൊക്കെ വളമായി. എന്റെ പൊന്നോ, ചീഞ്ഞ് ജൈവവളമായി കഴിഞ്ഞു നീ. എന്തായാലും ഭൂമിയിൽ നിന്ന് ഞങ്ങളെ 4 പേരെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത് നിങ്ങളാണ്. പക്ഷെ പോകുമ്പോ ആദ്യം നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന ആ വൈരുണ്ടല്ലോ, ആ ശത്രുത ഉണ്ടല്ലോ, അതിപ്പോ കാണാനില്ല. നിങ്ങൾ 2 പേരും സുഹൃത്തുക്കളായ പോലെ, 2 നല്ല ടീമുകൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര സന്തോഷം. നമുക്ക് എന്തായാലും ടാറ്റ പറയാനുള്ള സമയമായി. ഭൂമി നമ്മളെ വിളിക്കുകയാണ്. അതെ, ഞങ്ങൾ പോവാണ്. അതെ, നിങ്ങൾ പോകുമ്പോ എന്റെ അമ്മമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ അപ്പൂപ്പനെ കൊണ്ട് കൊടുത്തേക്കാം. ഞാൻ തന്നെയോ? എന്താ വേണ്ടേ? അതല്ല, ലക്ഷ്മി ദേവിനെ പോലെ വന്ന ആളാ. സ്വർഗത്തിൽ നിന്നും നിങ്ങൾ തന്ന ഈ സമ്മാനവുമായി ഞങ്ങൾ ഭൂമിയിലേക്ക് തിരികെ പോവുകയാണ്. ഇത് ശരിക്കും എന്താണ് ഇങ്ങേർക്ക് ഇത് എന്തോന്റെ കേടാണ്. സ്വസ്ഥമായിട്ടൊന്നും കൊറോണയ്ക്ക് വരെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഇവിടെയൊക്കെ മരുന്ന് കണ്ടു. ഇതിനൊന്നും ഈ രോഗത്തിന് ഒരു മരുന്നും കണ്ടു. നമുക്ക് പോവാം. അപ്പൊ ഭൂമിയിലെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ വെച്ച് കാണാം. ലവ് യു ഉമ്മ.